നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് BJPയുടെ ചില നേതാക്കൾ ചില പ്രസ്താവനകൾ ഇറക്കിവിട്ടത്. നായിഡു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റുകൾ TDPയുടെ ഭാഗമായി നേടിയെടുത്തതും നിയമസഭയിൽ 175-ൽ 130-ലധികം സീറ്റുകൾ നേടിയതും BJPയുടെ ഭാഗമായി NDA ക്യാമ്പിലായിരുന്നതുകൊണ്ടാണെന്നും ജനങ്ങൾ നരേന്ദ്രമോദിക്ക് കൊടുത്ത വോട്ടാണ് നായിഡുവിന് ലഭിച്ചതെന്നും ഒക്കെ ജനസേനയും നായിഡുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് നായിഡു ആ വെടി പൊട്ടിച്ചത്. ഞങ്ങൾ തയ്യാറാണ്, ലോക്സഭയിലെ 16 MP-മാരും രാജിവെക്കാൻ തയ്യാറാണ്. എന്നാൽ ആന്ധ്രയിൽ ഒരിക്കലും അവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ജയിച്ചത് എങ്ങനെയാണ് BJPയെ പിന്തുണച്ചത് കൊണ്ടാണെന്ന് പറയാൻ കഴിയുക. അവിടെ വലിയ തോതിൽ സ്വജനപക്ഷപാതവും അഴിമതിയും വലിയ തോതിൽ കാട്ടിക്കൂട്ടിയ ജഗൻമോഹനെ ടാറ്റ പറഞ്ഞ് ഓടിക്കുകയാണ് ജനങ്ങൾ ചെയ്തത്. അത് മനസ്സിലാക്കിയ വ്യക്തി പവൻ കല്യാൺ തന്നെയാണ്. പവൻ കല്യാണിന് അർഹതയുണ്ടായിട്ടൊന്നുമല്ല 21 സീറ്റുകൾ ഉണ്ടെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്. താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പവൻ കല്യാൺ നടത്തിയ റാലിയും അതിനോടനുബന്ധിച്ച് പവൻ കല്യാൺ തന്നെ വന്ന് കണ്ടതും ഒക്കെയാണ് അതിന് കാരണമായതെന്ന് കൃത്യമായി നായിഡു പറയുകയുണ്ടായി. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിക്ക് കൊടുത്തത് 21 നിയമസഭാ സീറ്റുകളാണ്. ആ 21 സീറ്റുകളും നേടിയെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. വലിയ തോതിൽ മന്ത്രിസഭയിൽ ഭിന്നിപ്പുണ്ടാക്കാനും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെ വല്ലാതെ പരിഹസിക്കാനുമൊക്കെ പവൻ കല്യാൺ തുനിഞ്ഞിറങ്ങിയത് നായിഡുവിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലാണ് നായിഡു ഇപ്പോഴും BJPയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ ഇന്ത്യ മുന്നണിയുടെ രോക്ഷ പ്രകടനവുമെല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല എന്നാണ് നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത്. നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, സഖ്യകക്ഷികൾ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് കാണണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ 16 ലോക്സഭാ സീറ്റും രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാം. BJPക്ക് എതിരെ നിന്ന് തന്നെ ഞങ്ങൾ നേരിടാം. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അത്തരത്തിൽ ഒരു പ്രസ്താവന പറയാൻ എന്നുള്ളതാണ് നായിഡു വ്യക്തമായി ചോദിച്ചിരിക്കുന്നത്. നിതീഷ് കുമാർ വല്ലാതെ വീർപ്പുമുട്ടി കഴിയുക തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് MP-മാരെ പിന്തുണച്ചാൽ ബീഹാറിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും അതുപോലെ BJP ഏത് രീതിയിലും ഐക്യ ജനതാദളിനെ തല്ലി തകർക്കാൻ വേണ്ടി നടത്തുന്ന കിരാത നടപടികളും തുടരുക തന്നെ ചെയ്യും. എന്നാൽ തനിക്ക് അങ്ങനെയൊരു ഭയമില്ല എന്ന് നായിഡു തുറന്നടിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ജഗൻമോഹൻ്റെ പാർട്ടിയിൽ നിന്നുള്ളവർ പലരും ഇപ്പോൾ നായിഡുവിൻ്റെ TDPയിലേക്ക് ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാവായ രേവന്ത് റെഡ്ഡിയുമായുള്ള ചർച്ചയിൽ നായിഡു ജാതി സെൻസസ് അവിടെ വളരെ വ്യക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നടപടി എടുത്തിരിക്കുകയും അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിയെ പരിപൂർണമായി നായിഡു അംഗീകരിക്കുകയും രേവന്ത് റെഡ്ഡി മികച്ച ഒരു ഭരണാധികാരിയാണ് എന്ന പ്രശംസ നായിഡു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതും BJPയെ വിറളി പിടിപ്പിക്കുകയാണ്.